കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, എന്റെ പേര് രാഖി. ഞാൻ ലേൺവൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്ററാണ്. നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്താൻ പോകുന്നത് MBA ഫസ്റ്റ് സെമസ്റ്റർ പേപ്പർ ആയിട്ടുള്ള ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന MMPC 003 എന്ന് പറയുന്ന പേപ്പറിനെ കുറിച്ചാണ്. ബിസിനസ് അഡ്മിനും. അപ്പോ നമുക്ക് ഇഗ്നോ ഫോക്കസ് 3.0 ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് അധികം താമസിയാതെ സ്റ്റാർട്ട് ചെയ്യാം. MBA MMPC 003 ബിസിനസ് അഡ്മിൻ എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച്. അപ്പോൾ തുടക്കം തന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ട് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. പ്ലസ് നിങ്ങൾക്ക് ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ്, അതായത് പ്രോബിലിറ്റി ആയിട്ടുള്ള കൂടുതൽ ഹൈ പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതെങ്ങനെയാണ് പറഞ്ഞു തരുന്നത്? നമ്മൾ സിലബസ് വൈസ് ഓരോ ബ്ലോക്കിലൂടെയും കടന്നു പോയി യൂണിറ്റ് വൈസ് നോക്കി, ടോപ്പിക് വൈസ് നോക്കി, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ഏത് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് വന്നിട്ടുള്ളത്, ഏത് ബ്ലോക്കാണ് കൂടുതൽ തവണ, ഏത് ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ തവണ ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുന്ന വഴി നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വളരെ കുറച്ച് സമയമാണെങ്കിൽ കൂടിയും അത് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് സമീപിക്കാനും സാധിക്കും. അപ്പൊ ഈ പറഞ്ഞത് തന്നെയാണ് നമ്മളുടെ അല്ലെങ്കിൽ ഒരു ഇൻട്രഡക്ഷന്റെ ഭാഗമായി നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളുടെ ഭാഗത്തു നിന്ന് ലക്ഷ്യം വെക്കുന്നത്. അതായത് ഇഗ്നോ പ്രോഗ്രാം ചെയ്യുന്ന ഓരോ ലേണേഴ്സിനും അവരുടെ എക്സാം വളരെ സുഗമമായ രീതിയിൽ അവർക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കണം. അതിനുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കുക. ആ കോൺഫിഡൻസ് എങ്ങനെ കൊടുക്കുന്നത്? അവർക്ക് എന്താണ്, അല്ലെങ്കിൽ ലേണേഴ്സിനോട് നമ്മൾ പറയാണ് ഇന്ന ബ്ലോക്കുകൾ കൂടുതൽ സമയം കേന്ദ്രീകരിച്ച് പഠിക്കും. അപ്പൊ നമ്മൾ ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഹൈലി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസുകൾ ഏതൊക്കെയാണ്, ബ്ലോക്ക് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു തരുന്നു. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു 1 ഡേ ആണെങ്കിൽ പോലും ആ 1 ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അനാലിസിസ് നടത്തുന്നു. ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് എന്തൊക്കെയാണ്, ഹൈ പ്രയോറിറ്റി ഉള്ള ഏരിയാസ് ഏതൊക്കെയാണ്, റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ എന്താണ് നിങ്ങൾക്ക് ഈസി വേയിലും നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു നോളജ് കിട്ടുന്നു. പ്ലസ് നിങ്ങൾക്ക് തന്നെ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും ഇനി വരാൻ പോകുന്ന ഒരു എക്സാം എങ്ങനെയായിരിക്കും, എന്തൊക്കെ ക്വസ്റ്റ്യൻസുകളായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്, നോക്കി പോകേണ്ടത്, ഏതൊക്കെ ഏരിയസുകളാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നറിയാം. സോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ സമീപിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് നിങ്ങൾക്ക് തരും. അപ്പോ ഈ ഇഗ്നോ ഫോക്കസ് 3.0 ഭാഗമായിട്ട് നമ്മൾ തയ്യാറായിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഡോക്യുമെന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട്. പ്ലസ് അതേപോലെ തന്നെ സിലബസ് മാപ്പിംഗ് നടത്തുന്നുണ്ട്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ്, എക്സാം റിലവന്റ് ആയിട്ട് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ എന്തിരിക്കുന്നത്, സിലബസ് മാപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു എക്സാം പാറ്റേൺ അനാലിസിസ്, ക്വസ്റ്റ്യന്റെ ഫോർമാറ്റുകൾ എങ്ങനെയാണ് വരുന്ന ട്രെൻഡുകൾ, ഏതൊക്കെ ഏരിയാസുകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനാലിസിസ്, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ഉള്ള റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് എന്താണ് അനാലിസിസ് നടത്തി തരുന്നുണ്ട്.
അതേപോലെ തന്നെ ടോപ്പിക്കുകളുടെ പ്രോബിലിറ്റി, ടോപ്പിക്ക് വരാൻ ചാൻസ് ഉണ്ടോ, എത്രമാത്രമാണ് അതിനുള്ള ചാൻസസ് ഉള്ളത്, അതൊരു പെർസെന്റേജ് ബേസിൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ രീതിയിലൊക്കെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് തരികയാണ്. അതിനോടൊപ്പം തന്നെ ഇനി അത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ, എത്രമാത്രം നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാം, ഒരു പ്രോബിലിറ്റി അല്ലെങ്കിൽ പ്രൊഡിക്ഷൻ നിങ്ങൾക്ക് വേണ്ടി നടത്തുകയാണ്. പ്ലസ് അതിനോടൊപ്പം തന്നെ ഈ ഒരു ഗൈഡ് ബുക്ക് അവസാനിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്, ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇഗ്നോയുടെ അതേ ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഇഗ്നോ പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അല്ലെങ്കിൽ ഇഗ്നോയുടെ എല്ലാ ക്രൈറ്റീരിയാസും ഫുൾഫിൽ ചെയ്തുകൊണ്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിലൂടെയൊക്കെ കടന്നു പോയതിനു ശേഷം ഇതിൽ പറഞ്ഞ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കിയതിനു ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യാനിരിക്കണം, ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു എക്സാമിൽ ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇരുന്ന് അറ്റൻഡ് ചെയ്യും. സോ നിങ്ങൾക്കൊരു എന്ത് കിട്ടുകയാണ്, ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടുകയാണ് ഇനി ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള. ഇനി നമ്മുടെ ലേണേഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സിന് കിട്ടുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ആൻസേഴ്സ്, മോഡൽ ആൻസേഴ്സ് എങ്ങനെ ആൻസർ ചെയ്ത് കഴിഞ്ഞാലാണ് എന്തായിരിക്കണം ഇതിന്റെ ആൻസർ എന്ന രീതിയിലുള്ള ഒരു ആൻസേഴ്സ് നമ്മൾ തരുന്നു. അതിന്റെ പോലെ തന്നെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ, ഏതൊക്കെ കീ പോയിന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരുപാട് എന്തൊക്കെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, അവരുദ്ദേശിക്കുന്ന കീ പോയിന്റ്സ് അതിൽ വേണം, അല്ലെങ്കിൽ പേപ്പർ വാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർ നോക്കുന്നത് അതിൽ വേണം. സോ അത് കാരണം കൊണ്ട് ആ ഇവാലുവേഷൻ ക്രൈറ്റീരിയയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. അത് പക്ഷെ ലേണേഴ്സിൽ ജോയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ലേണേഴ്സിന്റെ ലേണേഴ്സ് നമ്മൾ കൊടുക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ ഒരു ഇഗ്നോ ഫോക്കസ് 3.0യുടെ ഭാഗമായിട്ടുള്ള ഡാറ്റ ഡ്രിവൺ അപ്രോച്ച് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, അതിന്റെ ബേസിലാണ് നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്തിനാണ്, ട്രെൻഡ് മനസ്സിലാക്കാൻ, ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ്സ് മനസ്സിലാക്കാൻ, റെക്കറിംഗ് ആയിട്ടുള്ള തീംസ് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് മാപ്പിംഗ് നടത്തുന്നുണ്ട്. ഈ ഏത് യൂണിറ്റ് ആണ്, ഏത് ടോപ്പിക് ആണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ അനലിറ്റിക്കൽ മോഡൽസ്, അതിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് നിങ്ങൾക്ക് തരികയാണ് എക്സാം പ്രൊഡിക്ട് ചെയ്യാൻ. ഏതൊക്കെ ഏരിയാസ്, അതായത് ഗ്രാഫായിട്ട്, പൈ ഡയഗ്രാംസ് ആയിട്ട്, ചാർട്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തരികയാണ്. ഏതൊക്കെ ഏരിയാസോളാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടേക്കാണ് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി നമ്മൾ എന്താണ്, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ മോഡൽ ആൻസേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറയാണ്. ഈ പ്രൊഡക്റ്റീവ് അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കുറഞ്ഞ സമയം നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹൈ പ്രോബിലിറ്റി ഉള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് നമുക്ക് സമയം അല്ലെങ്കിൽ ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്ത് പോകില്ല, അല്ലെങ്കിൽ അതിന് സമയം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, അതിന്റെ പ്രോബിലിറ്റിയുടെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സമയം കളയാനോ, അതേസമയം ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റീവ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ്, മോഡൽ ആൻസേഴ്സ് തരുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ആൻസേഴ്സ് തരുന്നുണ്ട്, ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ പോയിന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു തരും. ഇത് ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റുഡൻസിന് എന്താണ്, ഒരു കോൺഫിഡൻസ് കൊടുക്കും. അതുപോലെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് ആൾക്കൊന്ന് എന്താ പറയുക, ഒരു റെഡിനെസ് കിട്ടും. അതായത് ഒരു എന്താ പറയാ, അത് എക്സാം വന്നു കഴിഞ്ഞാൽ കോൺഫിഡൻറ്റോട് കൂടി അത് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കിട്ടും. എന്താ പറയാ, ഒരു വിശ്വാസം അയാൾക്ക്, ആത്മവിശ്വാസം ഉണ്ടായി.
MMPC 00. Why this guide matters for MMPC 003? നിങ്ങൾക്കറിയാം MMPC 003 എന്ന് പറയുന്ന ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന പേപ്പറാണ്. ഇതിലെന്താണ് ബിസിനസിന്റെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എൻവയോൺമെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബിസിനസ് ഫങ്ഷൻ ചെയ്യുന്നത് ബിസിനസ്സിന് ഒറ്റയ്ക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോ എക്കണോമിക് ഫാക്ടേഴ്സ് ആവാം, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആവാം, ലീഗൽ ഫാക്ടേഴ്സ് ആവാം, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആവാം. അപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള തീംസുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ബേസിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് പഠിക്കേണ്ട പോർഷൻസുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ എന്താ പറയാ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ അതിൽ നിന്നും എന്താണ് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഏരിയാസുകളൊക്കെ നോക്കി പോകുന്നുണ്ട്. സോ അത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലോട് നിങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഫ്യൂച്ചർ മാനേജ്മെന്റ് പ്രൊഫഷണൽസ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് സിലബസ് മാപ്പിംഗ് നോക്കാം. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ്, എക്സാം റിലവൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് സിലബസിലൂടെ ഒന്ന് കടന്നു പോവാം. ഇപ്പൊ ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്താണ് 6 തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലോക്ക് 1 യൂണിറ്റ് 3 നിന്ന് 5 തവണയോളം ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 യൂണിറ്റ് 6ഉം 8, 7 യഥാക്രമം 8, 7 തവണയോളാണ് എന്താണ് അതിൽ നിന്ന് പാസ്റ്റ് എക്സാംസിൽ ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഹൈ ഇമ്പോർട്ടൻസ് ലെവലുള്ള യൂണിറ്റുകൾ തന്നെയാണ് ബ്ലോക്ക് 2 യൂണിറ്റ് 5 യൂണിറ്റ് 6. ഈ ബ്ലോക്ക് 3 യൂണിറ്റ് 8 ബ്ലോക്ക് 9 അതിൽ നിന്ന് വന്നിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7, 9. യൂണിറ്റ് 6ൽ നിന്ന് 7 തവണയും യൂണിറ്റ് 8ൽ നിന്ന് 9 തവണയുമാണ്. ഇമ്പോർട്ടൻസ് ലെവല് ഹൈ ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 9 അത് 6 തവണയാണ്, അത് ഹൈ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 10 ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം, അതൊരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ഒരു യൂണിറ്റ് ആണ്. 4 തവണയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 11 അതൊരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്നതാണ്. 5 തവണയാണ് അതിൽ എന്താണ് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാപ്പിംഗ് ടേബിളിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് എന്താണ് പറയാം, അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓരോ ബ്ലോക്കുകളിൽ നിന്നും ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ നിന്ന് എത്ര പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ ഇമ്പോർട്ടൻസ് ലെവലോട് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിൽ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള യൂണിറ്റ് ഏതാണ്? യൂണിറ്റ് 8 ആണ്, ന്യൂ എക്കണോമിക് പോളിസി, ആൻഡ് യൂണിറ്റ് 5 ആയിട്ടുള്ള ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇത് രണ്ടുമാണ് എന്താണ് ഹൈ ഫ്രീക്വൻസി ഉള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. ഈ മോഡറേറ്റ് ഫ്രീക്വൻസി യൂണിറ്റ്സുകൾ ഏതൊക്കെയാണ്? യൂണിറ്റ് 3 സോഷ്യോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ലീഗൽ എൻവയോൺമെന്റ്. ഇതാണ് എന്താണ് മോഡറേറ്റ് ഫ്രീക്വൻസി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് എല്ലാ ബ്ലോക്കിൽ നിന്നും അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു ക്വസ്റ്റ്യനെങ്കിലും വന്നിട്ടുണ്ട്. അപ്പോ എല്ലാ ബ്ലോക്കുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ യൂണിറ്റിൽ നിന്ന് പോയിട്ടില്ലെങ്കിലും എല്ലാ ബ്ലോക്കുകളെയും കവർ ചെയ്തുകൊണ്ടാണ് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പൊ ഈ ബേസ് മാപ്പിങ്ങിന്റെ ബേസിലുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്തായിരിക്കണം? ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള യൂണിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് അതിന് കൂടുതൽ സമയം നിങ്ങൾ എന്തായി കൊടുക്കാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ മീഡിയം ഇമ്പോർട്ടൻസ് ഉള്ള യൂണിറ്റ്സുകൾ അതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിന്റെ ബേസിൽ നിങ്ങൾക്ക് എന്താണ് ഈ പ്രിഡിക്റ്റീവ് ഇൻസൈറ്റ്സ് ആൻഡ് മോഡൽ ആൻസേഴ്സ് പ്രൊവൈഡ് ഇൻ ദ ലേറ്റർ സെക്ഷൻ. അപ്പൊ ഇതിന്റെ ബേസിൽ നമ്മളൊരു നിങ്ങൾക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ട്, മോഡൽ ആൻസേഴ്സ് തരുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ നിങ്ങൾ എന്താണ് പ്രിപ്പയർ ആവാനായിട്ട് നിങ്ങൾ പ്രത്യേകം നോക്കണം. ഇനി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കാം. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്? 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. എസ്എ ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട്സ്, കേസ് സ്റ്റഡീസ്, ക്രിട്ടിക്സ്. അതില് എസ്എ ക്വസ്റ്റ്യൻ തന്നെയാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. കാരണം ഇതൊരു തിയറി പേപ്പർ ആണ്. അഫ്കോഴ്സ് എസ്എ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. പിന്നെ ഒരു 30-35% ക്വസ്റ്റ്യൻസ് ഷോർട്ട് നോട്ട്സ് ആണ്. ഒരു 10% ഓഫ് ക്വസ്റ്റ്യൻസോളം കേസ് സ്റ്റഡീസ് ആണ്. ദെൻ നിയർലി ഒരു 5% ഒരു ക്രിട്ടിക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ, മാർക്ക് വൈസുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകേണ്ട ഒരു ഏരിയ അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 ആണ്, ഇന്ത്യൻ എക്കണോമി. ദെൻ ബ്ലോക്ക് 3 ആണ്, ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4 ഈ 2 ബ്ലോക്കുകളാണ് നോക്കേണ്ടത്. പിന്നെ
കമ്പാരിറ്റീവ്ലി ഇതുവഴി നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ലീസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആണ്. അപ്പോൾ ഈ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസിൽ നമ്മൾ എന്തൊക്കെയാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫോർമാറ്റുകളാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണം ഇതില് ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞ എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് നോട്ട്സ് ഉണ്ട്, കേസ് സ്റ്റഡീസ് ഉണ്ട്, ക്രിട്ടിക്സ് എന്നുണ്ട്. എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഏകദേശം 60 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 65% ഓഫ് ക്വസ്റ്റ്യൻസോളം നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. 35% ഓഫ് ക്വസ്റ്റ്യൻസോളം ഷോർട്ട് നോട്ട്സ് ആണ്. വളരെ ക്രിസ്പ് ആയിട്ടുള്ള ആ ടൈമിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിനെ കുറിച്ച് വളരെ പ്രിസൈസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇലാബറേറ്റ് ചെയ്താൽ മതി. പിന്നെ കേസ് സ്റ്റഡീസ് വരുന്നുണ്ട്, അതായത് നിയർലി ഒരു 10% ആണ്. അതായത് റിയൽ വേൾഡ് സിനാരിയോയില് അതിന്റെ ആപ്ലിക്കേഷൻ, പർട്ടിക്കുലർ ടേമിന്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും ചോദിക്കുന്നത്. ക്രിട്ടിക്സ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാനോ നിങ്ങളുടെ ഇവാലുവേഷൻ എന്താണോ എന്ന് പറയാനായിരിക്കും. അതാണ് ഏറ്റവും കുറവ് ചോദിക്കുന്നത്. 5% വരുന്നുള്ളൂ. ഇനി അടുത്തായിട്ടേക്ക് പറയാനായിട്ടുള്ളത് ബ്ലോക്ക് 1 ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ്സ്. ബ്ലോക്ക് 1ഉം ഓരോ ബ്ലോക്കിലെയും യൂണിറ്റ് കവറേജുകളുടെ ട്രെൻഡുകൾ എന്താണെന്നാണ് പറയുന്നത്. ബ്ലോക്ക് 2 ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ബ്ലോക്ക് 2വിൽ നിന്ന് ഇന്ത്യൻ എക്കണോമി, ബ്ലോക്ക് 2വിൽ നിന്ന് എന്താണ് നിയർലി 30% ഓഫ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. അപ്പോ അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, ഇൻഡസ്ട്രിയൽ പോളിസി ഫ്രെയിംവർക്കുമാണ്. ഇനി ബ്ലോക്ക് 3യിലോട്ട് വരുമ്പോൾ 25% മാർക്കിനുള്ളതാണ് ബ്ലോക്ക് 3യിൽ നിന്ന് വരുന്നത്. ന്യൂ എക്കണോമിക് പോളിസി, ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് ആണ് അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് ആണ്. ഇതിൽ നിന്ന് ഏകദേശം 20 to 25% ആണ് വരുന്നത്. അപ്പോൾ ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള എന്താണ് ബിസിനസ് എൻവയോൺമെന്റ്, അതുപോലെ ഇന്റർനാഷണൽ ട്രേഡ് മെക്കാനിസം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവേണ്ടത്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ നോക്കി. ബ്ലോക്ക് 2ൽ നിന്നും ബ്ലോക്ക് 3യിൽ നിന്നും യഥാക്രമം 30% and 25%ഓളാണ് എന്ത് വരുന്നത്, മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ബ്ലോക്ക് 1ൽ നിന്നും ബ്ലോക്ക് 4ൽ നിന്നും ബാക്കി പോർഷൻസ് അവർ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇനി പാറ്റേൺസ് ആൻഡ് ഷിഫ്റ്റ്സ്, അതായത് ഇതിലെ ഒരു കൺസിസ്റ്റൻസി. കോർ ടോപ്പിക്സ് ലൈക്ക് ന്യൂ എക്കണോമിക് പോളിസി, ബാലൻസ് ഓഫ് പേയ്മെന്റ്, അതിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നതാണ്. ന്യൂ എക്കണോമിക് പോളിസിനെ കുറിച്ചിട്ടും ബാലൻസ് ഓഫ് പേയ്മെന്റിനെ കുറിച്ചിട്ടും. പിന്നെ റീസെന്റ് ആയി കഴിഞ്ഞിട്ടുള്ള എക്സാംസിൽ എന്താണ് ഒരു വേറെ കുറച്ച് കാര്യങ്ങളോട് ചോദിച്ചു തുടങ്ങി. അതായത് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്താണ്, ആത്മനിർഭർ ഭാരത് എന്താണ്, ഇതൊക്കെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിട്ട് എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്കുള്ളൊരു സ്റ്റഡി റെക്കമെൻഡേഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് പ്രയോറിറ്റൈസ് എസ് എ ക്വസ്റ്റ്യൻസുകൾ, അതായത് ബ്ലോക്ക് 2വിൽ നിന്നും ബ്ലോക്ക് 3യിൽ നിന്നുള്ള എസ് എ ക്വസ്റ്റ്യൻസുകൾ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അതായത് എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ റീഫോംസ്, അതേപോലെ തന്നെ ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള, അതായത് ഷോർട്ട് നോട്ട്സ് ടൈപ്പ് അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ, എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ ബ്ലോക്ക് 1ൽ നിന്നും, പിന്നെ എസ് എ ക്വസ്റ്റ്യൻസിന് ബ്ലോക്ക് 4ൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. ഫൗണ്ടേഷൻ കോൺസെപ്റ്റ്സ് ഇൻ ബ്ലോക്ക് 1 ഫോർ എസ് എ ക്വസ്റ്റ്യൻസ് ആൻഡ് ബ്ലോക്ക് 1ലെ ഫൗണ്ടേഷൻ കോൺസെപ്റ്റ്സുകൾ എസ് എ ക്വസ്റ്റ്യൻസ് പാറ്റേണിൽ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ബ്ലോക്ക് 4ൽ അപ്ലൈഡ് നോളജ്, അത് അവിടെ ആപ്ലിക്കേഷൻ ബേസിലുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും എന്താണ് ബ്ലോക്ക് 4ൽ നിന്ന് വരിക. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക.
ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കാം. ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റ്സ് വൈസ് എടുത്തിട്ട് അതിൽ നിന്ന് ടോപ്പിക് ഓരോ യൂണിറ്റിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെ നോക്കാം. ബ്ലോക്ക് 1 യൂണിറ്റ് 1, അതായത് ബിസിനസ് ആൻഡ് എൻവയോൺമെന്റ്, അതിലെ ഡിസ്ക്രൈബ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ആ ഒരു ക്വസ്റ്റ്യൻ 3 തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഡിസ്കസ് സോഷ്യോ കൾച്ചറൽ ഇമ്പാക്ട് ഓൺ ബിസിനസ് 2 തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ, ബ്ലോക്ക് 2 നിന്ന് വരുന്നൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നൊരു ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ദ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991. അതുപോലെ തന്നെ ബ്ലോക്ക് 3 നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ കീ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി. ബ്ലോക്ക് 4 നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിഫൈൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് കമ്പോണൻസ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, ബ്ലോക്ക് 2 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഡിസ്കസ് ദ കീ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി ബ്ലോക്ക് 3. പിന്നെ ബ്ലോക്ക് 2 അനലൈസ് ദി ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991. പിന്നെ എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ, അതാണ് ബ്ലോക്ക് 2. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന രീതിയിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ. ഓക്കെ, ഇനി റെക്കറിംഗ് ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്? അപ്പോ the following table identify questions that have appeared multiple themes in past IGNOU exams organized by block. എന്താ പറയാ, റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മോസ്റ്റ് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെ ഈ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി ബ്ലോക്ക് 3 യൂണിറ്റ് 8 നിന്നാണ് 6 പ്രാവശ്യം ചോദിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 6 അനലൈസ് ദ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1990. ഈ 2 ക്വസ്റ്റ്യൻസുകളാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങൾ. മോഡറേറ്റ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളോ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ ബ്ലോക്ക് 2 യൂണിറ്റ് 5. ഡിസ്ക്രൈബ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 1. ഈ ലോ ഫ്രീക്വൻസി ബട്ട് റെക്കറിംഗ് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസിയിൽ കുറവാണ് പക്ഷെ ചോദിക്കാറുണ്ട്. ഏതാണ്? ഡിസ്കസ് ദ സോഷ്യോ കൾച്ചറൽ ഇമ്പാക്ട്സ് ഓൺ ബിസിനസ് ബ്ലോക്ക് 1 യൂണിറ്റ് 3. ഡിഫൈൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇറ്റ്സ് കമ്പോണൻസ് എന്താണ് 3 പ്രാവശ്യം ചോദിച്ചിട്ട്. ഇനി നിങ്ങളോട് പറയാണ് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സോട് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. അതായത് ന്യൂ എക്കണോമിക് പോളിസി, ഇൻഡസ്ട്രി പോളിസി ഫ്രെയിംവർക്കും ഒക്കെ. അതിനോടൊപ്പം തന്നെ ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സുകളായിട്ടുള്ള ബിസിനസ് ആൻഡ് എൻവയോൺമെന്റ്, സ്ട്രക്ചർ ഓഫ് മണി മാർക്കറ്റ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈ പ്രോബിലിറ്റി ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഇതിനൊരു സ്ഥാനം കൊടുക്കുക. അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ടോപ്പിക്സ് ഷോർട്ട് നോട്ട്സിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് നോട്ട്സുകളതിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആവണം. സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് എന്താണ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്തൊക്കെയാണ്. ഇനി സ്റ്റഡി സ്ട്രാറ്റജി ബേസ്ഡ് ഓൺ പാറ്റേൺസ്. അപ്പോ റെക്കറിംഗ് ക്വസ്റ്റ്യൻസിൽ വരുന്ന റിവ്യൂ ദ എക്സാക്ട് വേർഡിംഗ് ഓഫ് ദീസ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ ആർ ഫ്രെയിംഡ്. റെക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന കീ എക്സാക്ട് വേർഡോട് നിങ്ങൾ നോക്കുക, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ആൻസർ എഴുതി നോക്കുക. ഒരു ആൻസർ നിങ്ങളായിട്ട് മോഡൽ ആൻസേഴ്സ് നിങ്ങൾ നോക്കുക, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്താലാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതിനുള്ള ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മോഡേൺ പാറ്റേൺ ഓഫ് alternative focus in recent exams to anticipate shift in upcoming. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ കുറച്ച് ട്രെൻഡ് മാറി ചോദിക്കുന്നുണ്ട്, സ്ട്രക്ചറൽ റീഫോംസ്, സോഷ്യൽ കൾച്ചറൽ ഇമ്പാക്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം. നമുക്ക് ടോപ്പിക് പ്രോബിലിറ്റി നോക്കാം, അതിന്റെ ബേസിൽ പ്രൊഡിക്ഷൻ അനാലിസിസ് നോക്കാം. അപ്പൊ ബ്ലോക്ക് 1 നിന്ന് വരുന്ന എന്താണ് ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ഏരിയ ആണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് ആൻഡ് ഡെവലപ്മെന്റ്. ബ്ലോക്ക് 2 നിന്ന് സ്ട്രക്ചർ ഓഫ് മണി മാർക്കറ്റ്. ബ്ലോക്ക് 3 നിന്ന് കീ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. ബ്ലോക്ക് 4 നിന്ന് കമ്പോണൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഇതാണ് ഒരു ഹൈ മീഡിയം റേഞ്ചിൽ വരുന്നത്. അപ്പൊ 3 ക്വസ്റ്റ്യനോളം ഹൈ റേഞ്ചിലും ഒരു ക്വസ്റ്റ്യൻ മീഡിയം റേഞ്ചിലും നിൽക്കുന്നതാണ്. അപ്പൊ ഇതിൽ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, സ്ട്രക്ചർ ഓഫ് മണി മാർക്കറ്റ്, കീ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്? കമ്പോണൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്.
ഇനി ഹൈ പ്രോബിലിറ്റി ഏരിയ, അത് എന്തുകൊണ്ടാണ് അതിന് ഹൈ പ്രോബിലിറ്റി ഏരിയ എന്ന് പറയുന്നത്? അത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ്. മീഡിയം പ്രോബിലിറ്റി അതൊരു മോഡറേറ്റ് റേഞ്ചിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്തായിട്ട് കുറച്ച് ടോപ്പിക്സുകൾ പുതിയത് വരുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, യൂണിറ്റ് 14 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിപ്പോ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? കഴിഞ്ഞ കുറച്ച് സൈക്കിളായിട്ട് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 14 നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ്, അപ്പോൾ നിങ്ങൾ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സുകളും നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ചൊരു സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഷോർട്ട് നോട്ട്സുകളൊക്കെ നിങ്ങൾ വരാവുന്നത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ എമർജിങ് ടോപ്പിക്സുകൾ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ആത്മനിർഭർ ഭാരത്, ഇതിനൊക്കെ കുറിച്ച് നിങ്ങൾ ഷോർട്ട് നോട്ട്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പൊ ഇവിടെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ള, ഇതിനു മുമ്പ് വരെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നോക്കണം, ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കണം. പ്രോപ്പർ ആയിട്ടൊരു എക്സാമിൽ ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എഴുതുകൊണ്ട് ചെയ്യാം. 3 മണിക്കൂറിന്റെ ഒരു എക്സാമും കറക്റ്റ് ഒരു 3 മണിക്കൂർ എന്നൊരു സ്ലോട്ടിൽ നിങ്ങൾ ഇരിക്കാൻ നോക്കുക. ഇതിൽ 5 ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എഴുതാനായിട്ട് നോക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻസുകളൊക്കെ കൂടെ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ മാർക്കുകളും തൊട്ടപ്പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനാലിസിസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലേൺവേഴ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ അതിന്റെ മോഡൽ ആൻസേഴ്സും ഇവാലുവേഷൻ ക്രൈറ്റീരിയയും നമ്മുടെ ലേൺവേഴ്സിന്റെ ആപ്ലിക്കേഷനിൽ ആപ്പിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഒരു സെൽഫ് അസസ്മെന്റ് നിങ്ങൾക്ക് നടത്താം. ഓക്കെ, അപ്പൊ നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് പേപ്പർ MBA ഫസ്റ്റ് സെമ്മിലുള്ള BC 003 ബിസിനസ് എൻവയോൺമെന്റ് ഇഗ്നോ ഫോക്കസ് 3.0 ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇതോടുകൂടി തീരുകയാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് എക്സാം നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ 2 ദിവസം ബാക്കിയുണ്ട്, 2 ദിവസമായാലും അത് തന്നെ ധാരാളമാണ്. ഈ ഒരു ബേസിൽ നിങ്ങൾ പഠിച്ചു പോകണമെങ്കിൽ, കാരണം അധികം സമയമൊന്നും വേണ്ട, കറക്റ്റ് ഏതൊക്കെ ടോപ്പിക്കുകളോ പഠിച്ചു പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് മാത്രം ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ 2 ദിവസം വളരെ എന്താണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാനായിട്ട് നോക്കുക. അതിനോടൊപ്പം തന്നെ പറയാനായിട്ടുള്ള ഒരു കാര്യം, ഇതൊരു പ്രൊഡക്റ്റീവ് അനാലിസിസ് ആണ്. നമ്മുടെ കയ്യിലുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് തന്നെ വരണം എന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ പറയാ പാസ്സാവാൻ അല്ലെങ്കിൽ അബോവ് ആവറേജ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഷിഫ്റ്റുകൾ വരുന്നുണ്ട്, എമർജിങ് ആയിട്ട് കുറെ ട്രെൻഡ്സുകൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, അതൊന്നും ഒഴിച്ചുകൂടാനാവാത്തതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ പോവുക. പിന്നെയും സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ ടോപ്പിക്സുകളും കാര്യങ്ങളും നിങ്ങൾ പരിചയപ്പെടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇഗ്നോ ഫോക്കസ് 3.0യുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതിന്റെ ഭാഗത്തുനിന്നുള്ള റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഈ എക്സാം എഴുതാൻ പോകുന്ന ഓരോ ലേണേഴ്സിനും ലേൺവേഴ്സിന്റെ ഭാഗത്തുനിന്നും ആസ് എ മെന്റർ എന്ന രീതിയിൽ എന്റെ ഭാഗത്തു നിന്നും ഒരുപാട് ആശംസകളും പ്രാർത്ഥനകളും നേരെയാണ്. നല്ല രീതിയിൽ എക്സാം എഴുതുക. ലേൺവേഴ്സിൽ അംഗമല്ലാത്തവർക്കായാലും ഇത് ഒരുപാട് ഉപകാരപ്പെടും. സോ അവർക്കും നല്ല രീതിയിലൊരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇതിനൊക്കെ ആവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം അവർക്കും എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. വീണ്ടും ഒരുപാട് പ്രാർത്ഥനകൾ നേരുന്നു, ഒരുപാട് ആശംസകൾ നേരുന്നു. സോ എക്സാം നല്ല രീതിയിൽ എഴുതുക. താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്.
ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.